ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാനിൽ വലിയൊരു ആക്രമണം നടത്തി, അല്ലെങ്കിൽ ഇറാനിൽ വലിയൊരു പോരാട്ടം നടത്തി തങ്ങളുടെ 2 പൈലറ്റുമാരെ മോചിപ്പിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം മാധ്യമങ്ങളൊക്കെ വലുതായി ചർച്ച ചെയ്താണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വിജയമാണോ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായി നടക്കുന്നുണ്ട്. ഭീമൻ നഷ്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. 2 പ്രധാനപ്പെട്ട വിമാനങ്ങൾ അമേരിക്കയ്ക്ക് തങ്ങളുടെ സ്വന്തം വിമാനങ്ങൾ സ്ഫോടനത്തിലൂടെ തന്നെ നശിപ്പിക്കേണ്ടി വന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇറാന്റെ മണ്ണിൽ നിന്നും ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്തത് ചരിത്ര സംഭവമായി, ചരിത്ര വിജയമായി വൈറ്റ് ഹൗസും ട്രംപും മറ്റും കൊട്ടിഘോഷിക്കുമ്പോഴാണ് ഇറാൻ ഇതിനെ പുച്ഛിച്ച് രംഗത്ത് വരികയും ഒപ്പം തകർന്നു കിടക്കുന്ന US വിമാനങ്ങളുടെ ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിടുകയും മറ്റും ചെയ്ത് ഒരു ശവപ്പറമ്പ് പോലെ ഈ ഓപ്പറേഷൻ നടന്ന പ്രദേശത്തെ ഇറാൻ വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ വിമാനങ്ങളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടാണ് അമേരിക്കയെ പരിഹസിക്കുകയും മറ്റും ചെയ്യുന്നത്. വലിയ നഷ്ടം അമേരിക്കയ്ക്ക് സഹിക്കേണ്ടി വന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ആ ചിത്രങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. US തങ്ങളുടെ 2 പൈലറ്റുമാരെ രക്ഷിക്കാനായി അവർ സുഖമായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഉണ്ടായ നഷ്ടം അതിഭീമമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് ഇറാനെ വിശേഷിപ്പിക്കുന്ന, അസഭ്യം പറയുന്ന രീതിയിലേക്ക് ട്രംപ് എത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിന് കാരണമായി പറയുന്നത് യുദ്ധം 6 ആഴ്ച പിന്നിടുമ്പോൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്ലാൻ അനുസരിച്ചല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. ട്രംപ് വിചാരിച്ചതുപോലെ ഒരു ആഭ്യന്തര ഭരണകൂട തകർച്ച ഇറാനിൽ ഉണ്ടായിട്ടില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ തകർന്നു വീണ യുദ്ധവിമാനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വിജയങ്ങളുടെ മാറ്റു കുറയ്ക്കുന്നു എന്നും വിമർശകർ പറയുന്ന സാഹചര്യം പ്രധാനമാണല്ലോ. അജയ്, ഇതിപ്പോൾ വലിയ വിജയമാണ് എന്ന് ട്രംപ് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായി ചിത്രീകരിക്കപ്പെടുന്നില്ല. നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെടുന്നു, ഹെലികോപ്റ്റർ അടക്കം വീഴുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇറാന് അവരുടെ ആണവശേഷി, നാവികശേഷി അടക്കം നശിപ്പിച്ചു എന്ന് പറയുമ്പോഴും അവർക്ക് അമേരിക്കയുടെ വലിയ മികച്ച വിമാനങ്ങളെ തകർക്കാനുള്ള അവസരങ്ങൾ കൂടി ഒരുക്കുകയാണ് പലപ്പോഴും. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് നിലവിൽ ഇറാന്റെ ഒരു യുദ്ധശേഷി, അവരുടെ ഒരു ആയുധശേഖരം, ഇതെല്ലാം വളരെ വില കുറച്ച് കണ്ടു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാര്യം ആദ്യം മുതൽ തന്നെ US-ന് നേരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഇറാൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വ്യോമയുദ്ധത്തിലൂടെ ഇറാൻ ഇപ്പോൾ US-ന് മേൽ ഒരു ആധിപത്യം ചെലുത്തുക, അതൊരിക്കലും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നില്ല. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുക, ഇതാണ് ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത്.